ഇന്ത്യൻ നാവികശക്തിയെ സ്ട്രോങ് ആക്കാൻ നമ്മുടെ ഇന്ത്യ ഒരു വൻ യുദ്ധക്കപ്പൽ തയ്യാറാക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാമോ പ്രശാന്ത്? തീർച്ചയായിട്ടും. അത് പ്രോജക്റ്റ് 18 എന്ന് പേരിട്ടിട്ട് ഇന്ത്യ ഒരു വലിയ ഭീമൻ യുദ്ധക്കപ്പൽ നിർമ്മിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ ശരിക്കും ഒരേ സമയം അത്ഭുതപ്പെടുത്തുന്നതും അതുപോലെ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്നതുമാണ്. അതായത് ഈ 13,000 ടൺ കേവ് ഭാരം വരുന്നതാണ് ഈ കപ്പൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കപ്പൽ. അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വിശാഖപട്ടണം ക്ലാസ്സിൽ വരുന്ന ഒരു യുദ്ധക്കപ്പലാണ്. അപ്പോൾ ഇത് ശരിക്കും ബംഗാൾ ഉൾക്കടലിൽ ഇവൻ രാജാവാണ്, ചക്രവർത്തിയായിരിക്കും. ബംഗാൾ ഉൾക്കടലിനെ ഭരിക്കുന്നത് ഈ പ്രോജക്റ്റ് 18 നിർമ്മിക്കുന്ന ആ യുദ്ധക്കപ്പലായിരിക്കും. അപ്പം അതിൻ്റെ സവിശേഷതകൾ ഈ ഡിഫൻസ് നമ്മുടെ നേവി പുറത്തുവിട്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ. അപ്പം അത് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളില്ല, എങ്കിലും നമുക്കതൊന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. സാധാരണ നമ്മൾ ഈ 7400 ടൺ കേവ് ഭാരമുള്ള കപ്പലൊക്കെയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. പക്ഷേ അതിനേക്കാളും ഒക്കെ വലുപ്പത്തിൽ ഈ പ്രോജക്റ്റ് 18 ഇത് നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 10,000 ടണ്ണിന് മുകളിലുള്ള കേവ് ഭാരം വരുന്ന കപ്പലുകൾക്ക് ചില രാജ്യാന്തര ഇന്റർനാഷണൽ മാനദണ്ഡങ്ങളുണ്ട്. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് അത് നിർമ്മിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഈ നമ്മൾ പ്രോജക്റ്റ് 18 നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കപ്പൽ ക്രൂസർ വിഭാഗത്തിലാണ് വരുന്നത്. അങ്ങനത്തെ ഒന്നും നമുക്ക് ഇല്ല. അത് ആദ്യമായിട്ടാണ് അങ്ങനൊരു യുദ്ധക്കപ്പൽ ഇന്ത്യക്ക് കൈവരാൻ പോകുന്നത്. അപ്പോൾ അത് ഈ സാധാരണ ഈ ക്രൂസർ കപ്പലുകൾ വളരെ കുറച്ച് രാജ്യങ്ങൾക്കേ ഉള്ളൂ. നമുക്കറിയാം, അമേരിക്ക പോലെയുള്ള വളരെ വികസിത രാഷ്ട്രങ്ങൾക്കേ ഉള്ളൂ. അപ്പോൾ ആ മേഖലയിലേക്ക് ഇപ്പോൾ ഈ ഡിഫൻസിൽ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തുടക്കത്തിൽ ഇത് ഒരു 6 തൊട്ട് 10 വരെ കപ്പലുകൾ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ കപ്പൽ നിർമ്മിക്കാൻ ഏതാണ്ട് 7 മുതൽ 8 വരെ വർഷം വേണ്ടി വരുമെന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ആ കപ്പലിൻ്റെ വലുപ്പവും അതിൻ്റെ പ്രത്യേകതകളും എന്തായിരിക്കുമെന്ന്. ഈ നെക്സ്റ്റ് ജനറേഷൻ ഡിസ്ട്രോയർ അതാണ് അതിന്റെ ലക്ഷ്യം, ടാർഗറ്റ് അതാണ്. നെക്സ്റ്റ് ജനറേഷൻ ഡിസ്ട്രോയർ. അതിന്റെ രൂപരേഖ WDB എന്ന് വെച്ചാൽ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ അതാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതായത് കപ്പലിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് WDB ആണ്, വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ ആണ്. അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ NGD, നെക്സ്റ്റ് ജനറേഷൻ ഡിസ്ട്രോയർ. അപ്പോൾ വലിയ തോതിൽ മാത്രമല്ല, ഈ കപ്പലിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് ഇത് റഡാറിൻ്റെ കണ്ണിൽ പെടാതെ ഇതിന് സഞ്ചരിക്കാൻ പറ്റും. അതായത് ഈ കപ്പൽ അടുത്തെത്തുമ്പോൾ മാത്രമേ, ഒരു നിശ്ചിത അകലത്തിൽ എത്തുമ്പോൾ മാത്രമേ കപ്പലിനെ അറിയാൻ പറ്റുള്ളൂ. വളരെ ദൂരെ, അതായത് ഉൾക്കടലിൽ നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലിനെ റഡാർ സിഗ്നലുകൾ ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം റഡാറിന്റെ സിഗ്നലുകളെ ഈ കപ്പൽ ആഗിരണം ചെയ്യും, പിടിച്ചെടുക്കും. എന്നിട്ട് ഇത് ഇവിടുന്ന് തട്ടി തിരിച്ചു പോയാലല്ലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഈ നമ്മൾ സ്റ്റെൽത്ത് വിമാനങ്ങൾ പോലെ ഉള്ള ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഉപയോഗിക്കുക. അത്ര വേഗം ആരുടെയും കണ്ണിൽ പെടില്ല. കണ്ണിൽപ്പെടും, വലിയ യുദ്ധക്കപ്പലാണ്. പക്ഷേ ഇത് ഉൾക്കടലിൽ കിടന്നാൽ ഒരു നിശ്ചിത അകലത്തിൽ കിടക്കുന്ന മറ്റ് കപ്പലുകൾക്കോ ഇവർക്കോ ഒന്നും അറിയാൻ സാധിക്കും. ഞാൻ അതാ ഉദ്ദേശിച്ചത്, എനിമിക്ക് കണ്ടുപിടിക്കാൻ റഡാർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഒരു അകലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ കാണാൻ പറ്റും, കപ്പൽ വരുന്നത് കാണാൻ പറ്റും. അതിനു മുമ്പേ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. അതെ, അതിനു മുമ്പേ നമ്മൾ കയറി അടിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാം, മിസൈലുകൾ കുത്തനെ അയക്കാൻ പറ്റും. അതായത് ഇങ്ങനെ നേരെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് ടാർഗറ്റിലേക്ക് ഡീവിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സാധനം ഇതിനകത്തുണ്ട്. അത്
അതായത് ഈ കുത്തനെ മിസൈൽ അയക്കാൻ പറ്റുന്ന അവർ പറയുന്ന ടെക്നിക്കലി 114 വെർട്ടിക്കൽ ലോഞ്ച് സംവിധാനങ്ങൾ ഈ കപ്പലിലുണ്ടാവും എന്നാണ്. 114 വെർട്ടിക്കൽ ലോഞ്ച് സംവിധാനങ്ങൾ. അത്രയും മിസൈലുകൾ അയക്കാൻ പറ്റുന്ന, അത് ഒരുമിച്ച് അയക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത്രയും സംവിധാനങ്ങൾ, ലോഞ്ചുകൾ ഉണ്ട്. നമ്മൾ ഈ ലോഞ്ച് പാഡ് എന്ന് പറഞ്ഞ സാധാരണ അറിയാലോ, റോക്കറ്റ് ലോഞ്ചർ എന്ന് പറഞ്ഞാൽ റോക്കറ്റ് വിടാനുള്ള യന്ത്ര സാമഗ്രികൾ അതുണ്ടാവും. അതുപോലെ ഈ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകൾ, ഉദാഹരണത്തിന് നമ്മുടെ ബ്രഹ്മോസിന്റെ ന്യൂ ജനറേഷൻ ബ്രഹ്മോസ്, ആകാശ്, അങ്ങനത്തെ ഈ ബാലിസ്റ്റിക് മിസൈലുകളല്ല, ക്രൂയിസ് മിസൈലുകൾ, സൂപ്പർസോണിക് ശബ്ദവേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ, അതുപോലെ ഹൈപ്പർസോണിക് ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ, ഇതെല്ലാം ഈ ഒരു ഇതിൽ നിന്ന് വിടാൻ സാധിക്കും. അതുപോലെ ഈ എന്താ പറയേണ്ട എയർ അറ്റാക്ക്, ഈ കപ്പലിൽ നിന്ന് എയർ അറ്റാക്ക് ഉണ്ടായാൽ അതിനെ തടയാൻ സാധിക്കുന്ന സംവിധാനങ്ങൾ, അതുപോലെ അങ്ങനെ വരുന്ന, ഇപ്പോൾ എയറിൽ കൂടെ നമുക്ക് നേരെ വരുന്ന അറ്റാക്കുകളെ നേരിടാൻ പറ്റുന്ന വ്യോമ പ്രതിരോധ, നാവിക പ്രതിരോധ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഈ സബ്മറൈൻസ് അന്തർവാഹിനികളിലൂടെ വന്ന് നമ്മളെ ആക്രമിക്കുക, അതിനെ നേരിടാൻ ഈ കപ്പലിന് സംവിധാനമുണ്ട്. തീർച്ചയായിട്ടും അതിനകത്തൊക്കെ ഈ കടലിനടിയിൽ മറ്റേ സ്വന യന്ത്രങ്ങളുണ്ടാവും. ശബ്ദം ഉപയോഗിച്ച് നമ്മൾ സൗണ്ട് അയച്ച് അതിന്റെ ആ ഫ്രീക്വൻസി, ആ വേവ് ലെങ്തിൽ നമ്മളൊരു സാധനം വിടുന്നു, അത് തിരിച്ചു വരുന്നു, അതിൽ നിന്ന് ഇതിനെ മനസ്സിലാക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഇത്, അങ്ങനത്തെ സംവിധാനങ്ങളെല്ലാം ഈ കപ്പലിലുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ അതുപോലെ ഈ പറഞ്ഞ മിസൈലുകൾ കൂടാതെ 2 മൾട്ടി റോൾ ഹെലികോപ്റ്ററുകളെ വഹിക്കാൻ പറ്റും ഈ കപ്പലിന്. അതുപോലെ ഈ ആളില്ല അന്തർവാഹിനികൾ, അങ്ങനത്തെ ചില ഈ കടലിനടിയിലൂടെ വന്ന് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ വന്നിട്ട് പിന്നെ കടലിനുള്ളിൽ ഇറങ്ങി വരുന്ന ഡ്രോൺ ടൈപ്പ് ചില ഇതുണ്ട്. അത് ഇവയൊക്കെ ഈ കപ്പലിന് വഹിക്കാൻ പറ്റും, ക്യാരി ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു യുദ്ധക്കപ്പൽ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒറ്റയ്ക്കല്ല സഞ്ചരിക്കുന്നത്, അതിൻ്റെ കൂടെ ചെറിയ യുദ്ധക്കപ്പലുകൾ ഉണ്ടാവും, അതുപോലെ ചെറിയ ഈ എന്താ പറയാ വാർഷിപ്പുകളെ കൂടാതെ അങ്ങനത്തെ ബോട്ടുകൾ ഉണ്ടാവും, സബ്മറൈൻസ് ഉണ്ടാവും. ഈ കപ്പലിനെ നങ്കൂരമിട്ട്, ഇപ്പൊ നമ്മൾ ഒരു വലിയ വിമാനവാഹിനി കപ്പലാണ് പോകുന്നതെന്നിരിക്കട്ടെ, ഇതിന്റെ സുരക്ഷയ്ക്കായിട്ട് ഒരു നിശ്ചിത അകലത്തിൽ സബ്മറൈൻസ് ഉണ്ടാവും, അന്തർവാഹിനികളുണ്ടാവും, ചെറിയ കപ്പലുകളുണ്ടാവും. നമുക്കറിയാം, നമ്മളിപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് INS വിക്രാന്ത് ഒക്കെ കടലിൽ നങ്കൂരമിട്ടത് നമ്മൾ കണ്ടതാണ്. ഇവിടുന്ന് കൊച്ചി തീരത്തുണ്ടായിരുന്ന കപ്പൽ വരെ അങ്ങോട്ടേക്ക് പോയി, ഗുജറാത്ത് തീരത്തേക്ക് പോയി. അപ്പോൾ അവിടെ പോകുമ്പം അത് ഒറ്റയ്ക്കല്ല പോകുന്നത്, ഒരു സംഘമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിനോടനുബന്ധമായിട്ട് ചെറിയ കപ്പലുകൾ ഉൾപ്പെടെ ഒരു വലിയ സംവിധാനമാണിത്. ഇത്രയും ആണ് നമുക്ക് ഇതിനെക്കുറിച്ച് പ്രാഥമികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അതാണ് ഈ ഇത്രയും കേവ് ലെങ്ത് ഉള്ളതുകൊണ്ടായിരിക്കും കുറെ സംഗതികൾ അറിയാൻ പറ്റുന്നത്. അല്ല, ഇത്രയും കേവ് ഭാരം ഉള്ളത് കൊണ്ട് തന്നെ അതിന് വലിയ സന്നാഹങ്ങൾ അതിനകത്ത് ഒരുക്കാൻ പറ്റും. ഉദാഹരണത്തിന് 500 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരുന്ന ഒരു ആക്രമണത്തെ പോലും അതിന് മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കും. 500 കിലോമീറ്റർ അകലെയുള്ള ഒരു കാര്യത്തെ അവിടുന്ന് ഒരു മിസൈൽ തൊടുക്കുകയാണ്, പക്ഷെ അത് ഈ കപ്പലിൽ ഇരുന്നു കൊണ്ട് 500 കിലോമീറ്റർ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് വീക്ഷിക്കാനും വിശകലനം ചെയ്യാനും സാധിക്കും. അതാണ് ഈ കപ്പലിന്റെ പ്രത്യേകത. അങ്ങനത്തെ റഡാറുകളും ഒക്കെ വളരെ കൃത്യമായിട്ട് ഉണ്ട്. സ്റ്റെൽത്ത് കപ്പലാണ്, സ്റ്റെൽത്ത് ടെക്നോളജി ഇതിനുണ്ട്. അപ്പോൾ ശത്രുക്കൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ കപ്പലിനെ പെട്ടെന്ന് ആക്രമിച്ച് തകർക്കാൻ സാധിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഇതിൻ്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് ഇതിൻ്റെ നിർമ്മാണ ചെലവ് എത്രയാണെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല.
അത് നമ്മുടെ പ്രതിരോധ സേന പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ വലിയ ചെലവ് വരും. ഇത് നിസ്സാര തുകയ്ക്ക് സാധിക്കുന്നതല്ല. കാരണം പല രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ നമുക്ക് വാങ്ങേണ്ടി വരും. അതാണ് ഞാൻ ചോദിക്കാൻ പോയത്, ഇത് മുഴുവനായിട്ട് തദ്ദേശീയമായിട്ടാണ് ടെക്നോളജി അല്ല, ഇത് തദ്ദേശീയമായിട്ടാണ് നിർമ്മിക്കുന്നത്. ടെക്നോളജിയൊക്കെ നമ്മൾ കടം വാങ്ങും, റഷ്യയിൽ നിന്നും ഒക്കെ നമ്മൾ നേരത്തെ നമ്മുടെ കൈവശമുണ്ട് ടെക്നോളജി. സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങേണ്ടി വരും പലതും. പക്ഷെ പരിപൂർണമായിട്ട് ഇത് ഇന്ത്യയിലായിരിക്കും ഇതിന്റെ നിർമ്മാണം എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് ഇത് ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പല രാജ്യങ്ങൾ, ചുറ്റുപാടുള്ള പല രാജ്യങ്ങൾ കൂട്ടുപിടിച്ചിട്ട് ചൈന സ്ട്രിംഗ് ഓഫ് പേൾസ് ഉണ്ടാക്കി ഇന്ത്യനെ ഒന്ന് ചുറ്റി വളയാൻ നോക്കുന്ന ചൈന ഒന്ന് സൂക്ഷിക്കണത് നല്ലതാണ്. അല്ല, ചൈനയ്ക്ക് മാത്രമല്ല, ഇത് അമേരിക്കയ്ക്കും വെല്ലുവിളിയാണ്. ഈ വലിയ ഇത് പറയല്ലേ, 7ാം കപ്പൽപ്പട ഞങ്ങൾ അയക്കും എന്നൊക്കെ ട്രംപ് വീരവാദമൊക്കെ ഇപ്പം മുഴക്കുന്നുണ്ടല്ലോ. പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 7ാം കപ്പൽപ്പട വരും എന്ന് പറഞ്ഞതാണ്. എന്തായാലും അതുപോലെ അത്തരം ത്രെട്ടുകളൊന്നും ഇനി നമ്മളെടുത്ത് ചെലവാകില്ല. ഇത് ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യം തീർച്ചയായും.